ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറശ്ശിനിക്കടവിലാണുള്ളത്, ബോട്ട് ജെട്ടിയിലാണുള്ളത്. ബോട്ടിൽ കയറി ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ് ഗൈസ്. ബോട്ട് ഇപ്പോൾ പോയി ഇനി രണ്ടാമത് തിരിച്ചാണ്. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആദ്യ ബോട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് പോയി. ഇനി ആ ബോട്ട് പോയി തിരിച്ച് വരണം. അരമണിക്കൂർ സമയമുണ്ട്. അതുവരെ നമുക്ക് ഈ പക്ഷികളെ കളി കണ്ടിരിക്കാം. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിന് വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോൾ അതിന് 2 ഫ്ലോർ ഉണ്ട്. ഇതിൻ്റെ മുകളിലും കയറി ഇരിക്കാം. അപ്പോൾ അതിന് ചാർജ് കുറവാണ്, 40 രൂപയെ ചാർജുള്ളൂ. മറ്റുള്ള പ്രൈവറ്റ് ബോട്ടുകളിൽ അത്ര സൗകര്യം പോരാ. ഇത് സ്പീഡ് ബോട്ടാണ് കൂടുതലുള്ള. ഇവിടെ സ്പീഡ് ബോട്ടാണ്. ഫാമിലി ഒരുമിച്ച് പോകുന്ന ബോട്ടുകളെല്ലാം എന്നുള്ളത്. അതിന് കൂടുതൽ പൈസയാവും. വളവട്ടണം പുഴയെ ക്രോസ് ചെയ്ത് മയ്യിലേക്ക് പോകുന്ന പാലമാണ് കാണുന്ന ദൃശ്യം പുഴയുടെ മറുകരയാണ്. ഇതാണ് സ്പീഡ് ബോട്ട്. ഇതിൽ 6 ആക്കിയിരിക്കുകയാണ്. നല്ല സ്പീഡായിട്ട് പോകുന്ന ബോട്ടാണ്. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഒരു വീട്ടിൽ നിന്ന്. കണ്ണൂരിന്നാ വരുന്നത്? മടപ്പുരയിൽ ആദ്യമായിട്ട് വരുന്ന? ഇല്ല, ഇതൊരു പ്രൈവറ്റ് ബോട്ടാണ്. ഇതിൽ 6 കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാം. കുറച്ച് സ്പീഡായിട്ട് പോകും. ഇതിന് ചാർജും കൂടുതലാണ്. നമുക്ക് പോകേണ്ട ബോട്ട് ദൂരത്തുനിന്ന് വരുന്നുണ്ട്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ബോട്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാം. 2 ഫ്ലോറുണ്ട്. മുകളിലും ഇരിക്കാം, ഉള്ളിലും ഇരിക്കാം. അപ്പം കുറച്ചധികം പേരെയും കൊണ്ടുവന്ന് ഇത് യാത്ര ചെയ്യാം. അപ്പം നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. അതിപ്പോൾ എത്താറായി. ഈ വളവട്ടണം പുഴ ചില്ലറക്കാരനല്ല. ഇത് നല്ല അടിയൊഴുക്കുള്ളൊരു പുഴയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ യാത്ര ചെയ്യുമ്പം കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ബോട്ട് എത്തി, ആളുകൾ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഒരാളായിട്ട് ഇറങ്ങുവാണ്. ഇതിറങ്ങി നമ്മൾ കയറി ഉടൻ തന്നെ ഇവിടുന്ന് പോകും. അപ്പോൾ കയറാനും കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൻ്റെ അപ്സ്റ്റെയറിലാണ് കയറുന്നത്. കാരണം നമുക്ക് ഈ വിഷ്വൽസ് ദൂരെ വരെ കാണാൻ വേണ്ടിയിട്ട് മേലെ ഇരുന്നാൽ നന്നായി കാണാം. അപ്പോൾ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, കോണി. അത് കടന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ മുകളിൽ ഇതേമാതിരി ചെയറുകളാണ് ഇരിക്കാൻ. ഫിക്സഡ് ആണ്, ചെയർ അനങ്ങൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ ചെയറുമ്പിൽ നമുക്ക് സുഖമായിട്ടിരിക്കാം. ഒരു ചെയറുമ്പിൽ 2-3 ആൾക്കാർക്ക് ഇരുന്നിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിൽ കയറി എല്ലാവരും അവരവരെ സീറ്റ് പിടിച്ച് ഞാൻ മുമ്പ് തന്നെ ഇരുന്നിട്ടുണ്ട്. വരുന്നുണ്ട്, ഇനിയും കുറച്ചും കൂടി ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയറിക്കഴിഞ്ഞാൽ നമ്മൾ യാത്ര തുടരും. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് നമ്മൾ ഈ വളവട്ടണം പുഴയുടെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ലൊരു കാഴ്ചയാണ് ഈ ബോട്ടിൽ കയറി ഇരുന്നിട്ട് കാണാൻ. നമ്മളെ ബോട്ടിൽ നിറയെ ആളുണ്ട്, ഫുള്ളായും തോന്നുന്നു. അപ്പോൾ ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ കാണുന്ന ജെട്ടിയാണ് ബോട്ട് ജെട്ടി. അപ്പോൾ പോകാൻ തുടങ്ങിയിട്ടില്ല. ഈ മുകളിൽ ആൾ നിറഞ്ഞു. ഇനി താഴെ എത്ര ആളുണ്ടെന്ന് അറിയില്ല. മുകളിൽ ആളെല്ലാം കയറി നിറഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ബോട്ട് യാത്ര തിരിച്ചു കേട്ടോ. നമ്മൾ മെല്ലനെ അവിടുന്ന് ബോട്ട് ചട്ടിയിൽ നിന്ന് നീങ്ങി മെല്ലനെ പോവാണ്. പറശ്ശിനി മടപ്പുര മുത്തപ്പന് ഭഗവാനെ കാണാൻ വരുന്ന ഭക്തർക്ക് ഭഗവാന്റെ ദർശനം കാണണമെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പ് വരണം. 8 മണി വരെ ഭഗവാൻ ഉണ്ടാവും. മുത്തപ്പൻ കെട്ടിയാടുന്ന 8 മണിക്ക് ശേഷം ഉണ്ടാകത്തില്ല. 8:30 വരെ മാക്സിമം ആണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ച് ലേറ്റായിട്ടായിരിക്കും. മറ്റുള്ള ദിവസങ്ങളിൽ കുറച്ച് മുമ്പേ തന്നെ മുത്തപ്പൻ ഇപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദർശനം കഴിഞ്ഞ് പ്രസാദം കഴിച്ചതിന് ശേഷം നമുക്ക് ഇതേമാതിരി ഒരു ഉല്ലാസയാത്ര പോകാനുള്ള നല്ലൊരു സൗകര്യമാണ് ഇവിടെ. ഇതേമാതിരി ബോട്ട് സവാരി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പാർക്കുണ്ട്, വിസ്മയ പാർക്ക് പോയി ഉല്ലസിച്ച് കളിക്കാം. സ്നേക്ക് പാർക്കുണ്ട്. മൃഗങ്ങളും പക്ഷികളും പാമ്പുകളും മൃഗങ്ങളെല്ലായിട്ടുള്ളൊരു പാർക്കാണ്. അവിടെയും നമുക്ക് കാണാൻ പോവാം. അങ്ങനെ ടോട്ടലി ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്
ഈ പറശ്ശിനിമടപ്പുര യാത്ര. ബോട്ടിലിരുന്നിട്ട് പറശ്ശിനിമടപ്പുര ക്ഷേത്രം കാണുന്ന ദൃശ്യമാണ് ദൂരം നമ്മൾ കാണുന്നത്. ബോട്ടിനകത്തുനിന്ന് ദൂരെ കാണുന്നതാണ് പറശ്ശിനിമടപ്പുര ക്ഷേത്രം, മുത്തപ്പൻ മടപ്പുര. വളവട്ടണം പുഴയുടെ തീരത്ത് ഇത്ര മനോഹരമായിട്ടാണ് നമ്മൾ പറശ്ശിനിമടപ്പുര മുത്തപ്പൻ ക്ഷേത്രം കാണുന്നത്. വെക്കേഷൻ ടൈമിലെല്ലാം നമ്മൾ കുട്ടികളൊത്ത് വരുമ്പോൾ ഒരു അമ്പല ദർശനവും പിന്നൊരു വിനോദസഞ്ചാരം കൂടിയാവും ഈ പറശ്ശിനിമടപ്പുര ദർശനം. മുത്തപ്പൻ ക്ഷേത്രവും ഊട്ടുപുരയാണ് ആ സൈഡിൽ കാണുന്നത്. രണ്ടും കൂടി ഇവിടുന്ന് നമുക്ക് നല്ല ഒരു കാഴ്ചയാണ്. നമ്മളെ ബോട്ട് ഇത്ര ദൂരേ വരുന്നുള്ളൂ. ഇവിടുന്ന് നമ്മൾ തിരിച്ച് കയറിയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങാം. ബോട്ട് മടങ്ങി വരികയാണ്. മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായി ഇപ്പോൾ. നമ്മളെ ബോട്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പിൽ ഒരു സെൽഫി എടുത്തതാണ്.